ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. പ്രിയ ദൈവമക്കളെ, വീണ്ടും നമ്മൾ ഈ ക്വാർട്ടറിലെ 11ാമത്തെ പാഠത്തിലേക്ക് ഈ ആഴ്ചയിൽ കടന്നു വരികയാണ്. വിശ്വാസ ത്യാഗവും മധ്യസ്ഥതയും. നമ്മൾ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് അവരുടെ ജീവിത അനുഭവങ്ങൾ, മരുഭൂമി യാത്രയിൽ അവർ നേരിട്ട പ്രതിസന്ധികളും ദൈവം അവരെ എങ്ങനെ കൂടെയിരുന്ന് വിടുവിച്ചു, അവരെ സഹായിച്ചു, അവർക്ക് സമീപസ്ഥനായിരുന്നു എന്നും നമ്മൾ കണ്ടു. എങ്കിലും നാം കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ചതുപോലെ പലപ്പോഴും ദൈവസന്നിധിയിൽ ഞങ്ങൾ അനുസരിച്ചു കൊള്ളാം, ഞങ്ങൾ പ്രവർത്തിച്ചു കൊള്ളാം എന്ന് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും അങ്ങനെ ചെയ്യുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇസ്രായേൽ ജനം കടന്നു വരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. വിശ്വാസത്തിൽ ഒരു ഉറപ്പില്ലാത്ത അവസ്ഥയിൽ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയാതെ പലപ്പോഴും വ്യതിചലിക്കുകയും ചഞ്ചലചിത്തരായി തീരുകയും ചെയ്യുന്ന ഒരനുഭവം ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിൽ നമ്മൾ കാണുന്നു. ഇത് ഇസ്രായേൽ മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുവാൻ കഴിയും. നമ്മിടെയും കാണുന്നത് മോശ ദൈവം വിളിച്ച് ദൈവത്തിൻ്റെ 10 കൽപ്പനകൾ നൽകുവാൻ സീനായി പർവ്വതത്തിലേക്ക് കയറിപ്പോകുമ്പോൾ അവിടെ ദൈവത്തോടു കൂടെ ചില ദിവസങ്ങൾ മോശ ചിലവഴിക്കുന്നു. ഈ ഒരു സമയത്ത് ദൈവജനമായ ഇസ്രായേലിന് അവരുടെ ജീവിതത്തിൽ ആ സമയങ്ങളിൽ മോശയെ അവർക്ക് നേരിട്ട് കാണുവാനോ മോശ അവരോട് സംസാരിക്കുവാനോ കാര്യങ്ങൾ അവരോട് നേരിട്ട് പറഞ്ഞ് മനസ്സിലാക്കുവാനോ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അഹരോൻ മോശയ്ക്ക് പകരമായിട്ട് ഇസ്രായേൽ ജനത്തിൻ്റെ കൂട്ടത്തിലുണ്ട്. ഈ ജനത്തെ അഹരോനെ ഏൽപ്പിച്ചിട്ടാണ് മോശ സീനായി പർവ്വതത്തിലേക്ക് കയറിപ്പോകുന്നത്. അപ്പോൾ അഹരോൻ ഈ ജനത്തെ മോശയുടെ സാന്നിധ്യത്തിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ അവർ മുൻപ് സംസാരിച്ചതുപോലെ അത് ഉറപ്പിച്ചുകൊണ്ട് അവരെ നോക്കുവാനും പരിപാലിക്കുവാനും ഉണ്ട് എന്ന ചിന്ത മോശയ്ക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കുവാൻ അവസരം നൽകി. എന്നാൽ മോശ സീനായി പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ച ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വളരെ വിഭിന്നമായ വ്യത്യസ്തമായ ഒന്നായിരുന്നു. ഒരിക്കലും ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തിയിലേക്ക് അവർ തിരിഞ്ഞു പോകുമെന്ന് ഒരിക്കലും മോശ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. മോശ അവരെ വിട്ട് ചില ദിവസങ്ങൾ മാറി നിന്നപ്പോൾ ഈ ജനം ദൈവത്തിൽ നിന്ന് അകന്നു മാറി മനുഷ്യനിർമ്മിതമായ ഒരു സ്വർണ്ണ കാളക്കുട്ടി ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് അവർ നിപതിക്കുവാൻ ഇടയായി. ഇപ്പോൾ യഥാർത്ഥത്തിൽ ദൈവം ആരാണെന്ന് ഈ ജനങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ദൈവം ചെയ്ത അനേക കാര്യങ്ങളെ അവരെങ്ങനെയാണ് വിശ്വസിച്ചതും വിലയിരുത്തിയതും?
അതെത്രമാത്രം അവരുടെ ജീവിതത്തിൽ അവർ പ്രാധാന്യത്തോടും ഗൗരവത്തോടും കണ്ടു. അവർ എത്രമാത്രം ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെ അവരതിൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ കരുതലും ആയിട്ട് മനസ്സിലാക്കുവാൻ ഇടയായിത്തീർന്നു. അപ്പോൾ തീർച്ചയായും ദൈവം ചെയ്ത അനേക നന്മകളും വീര്യപ്രവൃത്തികളും വിടുതലുകളും ആശ്വാസവും ഈ ജനത്തിൻ്റെ പാപാവസ്ഥയിൽ നിന്ന് പൂർണ്ണമായിട്ട് അവരെ പിന്തിരിപ്പിക്കുവാൻ മതിയായിരുന്നില്ല എന്ന് ഈ ഒരു അവസരത്തിൽ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെ ചിന്തിക്കേണ്ടി വരും എന്ന് നമ്മളിവിടെ മനസ്സിലാക്കിയാണ്. അപ്പം നാം ഇവിടെ മനസ്സിലാക്കുന്നത്, ദൈവം ഇത്രത്തോളം സ്നേഹിച്ച് കൂടെ യാത്ര ചെയ്ത് അവരോട് സംസാരിച്ച് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരുക്കി ഇതുവരെ അവരെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഒരു കുറച്ചു ദിവസത്തേക്ക് അവരുടെ നേതാവായിരുന്ന മോശെ കാണാതിരുന്നപ്പോൾ അവരെല്ലാ കാര്യങ്ങളെയും വിസ്മരിച്ചുകൊണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു പ്രവൃത്തിയിലേക്ക് തിരിഞ്ഞു. എങ്കിലും ദൈവം തൻ്റെ കൃപയാർന്ന സ്നേഹം ഈ ജനത്തോട് കാണിക്കുന്ന ഒരു വലിയ അനുഭവത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇപ്പം മനുഷ്യൻ്റെ പാപാവസ്ഥയിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും ദൈവ സന്നിധിയിൽ നിന്ന് വീണുപോവുകയും ചെയ്യുന്ന വ്യക്തികളെയും ഉപേക്ഷിച്ച് കളയാതെ, അവരെ പരിപൂർണമായിട്ടും തിരസ്കരിച്ച് കളയാതെ, അവരെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ ആ വലിയ ആഴമേറിയ സ്നേഹത്തെ നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. ഈ ആമുഖത്തിൽ നാം മനസ്സിലാക്കുന്നത് ഈ കാര്യങ്ങളാണ്. ഈ പാഠത്തിൻ്റെ മനപ്പാഠവാക്യം പുറപ്പാട് 32-ന്റെ 31 32 വാക്യങ്ങളാണ്. ഞാൻ വായിക്കാം. അപ്പോൾ മോശ കർത്താവിൻ്റെ അടുക്കൽ മടങ്ങി വന്ന് പറഞ്ഞു, അയ്യോ, ഈ ജനം ഒരു വലിയ പാപം ചെയ്തു. സ്വർണം കൊണ്ട് തങ്ങൾക്ക് വേണ്ടി ഒരു ദൈവത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. എങ്കിലും ഇപ്പോൾ നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേർ മായ്ച്ച് കളയണമേ, ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ്. അപ്പം മോശയ്ക്ക് ഇത്രമാത്രം പാപം ചെയ്ത് അനുസരണക്കേട് ചെയ്ത് ദൈവസന്നിധിയിൽ നിന്ന് വളരെ പിന്നോക്കം പോയ ഈ ജനത്തോട് എത്ര കരുതലും സ്നേഹവും വീണ്ടും തൻ്റെ ഹൃദയത്തിലുണ്ട് എന്ന് ഈ മനപ്പാഠവാക്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ തീർച്ചയായും ഈ ജനത്തോട് ദൈവം ക്ഷമിക്കുന്നില്ല എങ്കിൽ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് തൻ്റെ പേർ മായ്ച്ച് കളയണം എന്ന് മോശ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. താൻ ഇത്രയും കൂട്ടിക്കൊണ്ടുവന്ന ജനത്തെ അവരുടെ പാപം മുഖാന്തരം അവർ നശിച്ചു പോകുന്ന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ പിന്മാറിപ്പോകുന്ന ഒരു അവസരം സൃഷ്ടിക്കപ്പെട്ടിട്ടും, അങ്ങനെ ഒരു അവസരം അവർ തന്നെ ഉണ്ടാക്കിയിട്ടും ആ ജനത്തെ കൈവിടാതെ ആ ജനത്തിന് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ അപേക്ഷിക്കുന്ന, യാചിക്കുന്ന മോശയാണ് നാം ആമുഖത്തിൽ കാണുന്നത്. ഞായറാഴ്ച ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു പരാജയപ്പെട്ട നേതൃത്വത്തെ നമ്മളിവിടെ കാണുകയാണ്. കാരണം 40 രാവും 40 പകലും ഒരു വലിയ കാലയളവല്ല. പക്ഷേ ഇസ്രയേലിയ ജനത്തിന് അതൊരു പക്ഷേ
ദൈർഘ്യമേറിയ ഒരു കാലമായിട്ട് സമയമായിട്ട് തോന്നാം. അത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവർ ദിശാബോധം നഷ്ടപ്പെട്ട് അക്ഷമരും ഭയന്നവരും അരിഷ്ടാവസ്ഥയിലും ആയിത്തീരുവാൻ ഒരുപക്ഷെ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വിഗ്രഹാരാധന നിറഞ്ഞ മിസ്രൈമിൽ ഒരു നല്ല സമയം ജീവിച്ച ഈ ജനത്തിന് അവിടെ അവർ കണ്ടുപരിചയിച്ച ദൈവങ്ങളെപ്പോലെ ഒരു ദൈവത്തിൻ്റെ രൂപം അവരുടെ ഇടയിൽ ഉണ്ടാവണം എന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടാവാം. ആ ചിന്ത അവർ അഹരോനോട് പറയുമ്പോൾ, അഹരോനോട് പങ്കുവെക്കുമ്പോൾ, ആ ജനം അഹരോനോട് ആവശ്യപ്പെട്ട കാര്യം എന്ത് എന്ന് അഹരോന് മനസ്സിലാവാത്തത് അല്ല എന്ന് നമുക്കറിയാം. എങ്കിലും ആ ജനത്തെ ശരിയായ ദിശയിൽ നയിച്ച് അവരുടെ തെറ്റ് അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് അവരുടെ ആവശ്യങ്ങൾ എത്ര ദൈവസന്നിധിയിൽ പാപകരമാണ് എന്ന് ആ ജനത്തോട് പറഞ്ഞ് അവരെ മനസ്സിലാക്കുന്നതിൽ അഹരോൻ പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടു എന്ന് നമ്മൾ ഇവിടെ വായിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, വരൂ, ഞങ്ങളുടെ മുമ്പിൽ പോകുന്ന ദൈവത്തെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരൂ എന്ന് അഹരോനോട് ഈ ജനം പറയുകയാണ്. അവരെ അതുവരെ കൊണ്ടുവന്ന ദൈവം അവരുടെ മുൻപിലും പിൻപിലും അവരുടെ കൂടെ നടന്ന ദൈവമാണ് എന്നും അവരുടെ ഏത് ആവശ്യങ്ങളിലും തത്സമയത്ത് തന്നെ അവർക്ക് വേണ്ടത് നൽകിക്കൊടുക്കുവാൻ കഴിവുള്ള ദൈവമാണ് എന്നും ചെങ്കടലിൽ ഭാഗിച്ചുകൊണ്ട് ഉണങ്ങിയ നിലത്തുകൂടെ തങ്ങളെ ഇക്കര കടത്തിയ ദൈവമാണ് തങ്ങളുടെ ദൈവമെന്നും മറന്നുപോയി അവർ തന്നെ ധരിച്ചിരുന്നതായ സ്വർണം അവർ ഊരി അഹരോന്റെ കരയിൽപ്പിച്ച് അവർക്ക് ആരാധിക്കുവാൻ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുക്കുവാൻ പറഞ്ഞിട്ട് ആ കാളക്കുട്ടിയെ ഉണ്ടാക്കിയിട്ട് അവർ പറയുന്ന, ഇസ്രായേലി, ഇത് നിന്നെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാണ് എന്ന് അവർ പ്രഖ്യാപിക്കുകയാണ്. ഇപ്പം നോക്കുക, അവർ കണ്ട് മനസ്സിലാക്കിയ, ഗ്രഹിച്ച, അനുഭവിച്ച ആ വലിയ സത്യത്തിൽ നിന്ന് എത്ര പെട്ടെന്നാണ് അവരുടെ ചിന്തയും വിശ്വാസവും അവരുടെ പ്രതീക്ഷകളുമൊക്കെ മാറിപ്പോയത് എന്ന് നമ്മളിവിടെ മനസ്സിലാക്കുകയാണ്. ഇവിടെ അഹരോനെ സംബന്ധിച്ച് ആ ജനത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ കഴിയാതെ ഒരു ദുർബല അവസ്ഥയിൽ ദൈവത്തിനെതിരെ ആ ജനത്തോട് ചേർന്ന് ഒരുപക്ഷെ നിൽക്കുവാൻ ഒരു ഉറച്ച തീരുമാനമോ മനസ്സോ ഇല്ലാതെ ഒരു ചാഞ്ചാട്ടത്തിൻ്റെ അനുഭവത്തിൽ ഒരു ഭീരുവായിട്ട് ആ ജനത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവത്തിലേക്ക് അഹരോൻ കടന്നു വന്ന് പറയുമ്പോൾ, ഈ അഹരോനും മറ്റ്70 ഇസ്രയേൽ നേതാക്കന്മാരോടൊപ്പം സീനായ് പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ തുടക്കത്തിൽ ദൈവസന്നിധിയിൽ മോശയുടെ കൂടെ ആയിരുന്ന വ്യക്തിയാണ്. അപ്പം അങ്ങനെ ഒരു വ്യക്തി ഇസ്രായേൽ ജനത്തിൻ്റെ നേതൃത്വത്തിൽ മോശയുടെ ഭാവത്തിൽ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ആലോചന ലഭിച്ച പ്രകാരം, ആലോചന അല്ലെങ്കിൽ സ്വീകരിച്ച പ്രകാരം അവരെ ശരിയായ ദിശയിൽ അവരെ നയിക്കുവാനും അവരെ തെറ്റ് പറഞ്ഞ് മനസ്സിലാക്കുവാനും അവരെ ഉറപ്പിക്കുവാനും അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാനും ഉള്ള പ്രവൃത്തികൾക്ക് പകരം ആ ജനത്തോട് ചേർന്ന് നിന്ന് ദൈവത്തെ നിഷേധിക്കുവാനും ദൈവത്തെ ഒരു കാളക്കുട്ടി രൂപത്തിലാക്കി
ഈ ദൈവമാണ് നിങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നത് എന്ന് പ്രഖ്യാപിച്ച ജനത്തിനോട് ചേർന്ന് നിൽപ്പാനും അഹരോൻ മുതിരുമ്പോൾ, അല്ലെങ്കിൽ അതിന് മനസ്സ് കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൽ നിന്ന് ജനങ്ങളെ തടയാതിരിക്കുമ്പോൾ, അല്ലെ അത് ചെയ്യുവാൻ അനുവാദം കൊടുക്കുമ്പോൾ, അത് പൂർണ്ണമായിട്ടും ഒരു പരാജയപ്പെട്ട ഒരു നേതാവിൻ്റെ അല്ലെങ്കിൽ പ്രവർത്തനമാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ അഹരോൻ തീർച്ചയായും ദൈവത്തെ അനുസരിക്കുന്നതിലും ദൈവവിശ്വാസത്തിൽ, ദൈവത്തിൻ്റെ ആലോചനയിൽ ആ ജനത്തെ നയിക്കുന്നതിലും പരാജയപ്പെടുവാൻ ഇടയായിത്തീരുകയും അങ്ങനെ ഈ ഒരു വലിയ പാപത്തിൻ്റെ ഒരു ഓഹരിക്കാരനായി, അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്നൊരു അനുഭവത്തിൽ അഹരോൻ മാറുന്നതാണ് നമ്മൾ ഈ പരാജയപ്പെട്ട നേതൃത്വത്തിൽ നാം മനസ്സിലാക്കുന്നത്. നേതൃത്വം എപ്പോഴും നമുക്കറിയാം, ഒരു ശരിയായ ആശയത്തിലും ശരിയായ വഴിയിലും ശരിയായ വിശ്വാസത്തിലും തൻ്റെ അനുയായികളെ ഏത് സാഹചര്യങ്ങൾ കടന്നു വന്നാലും അതിൽ നിന്ന് പിൻപോട്ട് പോകാതെ ധൈര്യമായിട്ട് പ്രയാസങ്ങളെ മറികടന്നുകൊണ്ട് ആ ശരിയായ മാർഗത്തിൽ മുൻപോട്ട് നയിക്കുവാൻ അവരെ ശക്തിപ്പെടുത്തുകയും അതിനവർക്ക് ബലം നൽകുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു നേതൃത്വമാണ് ശരിയായി തൻ്റെ അനുയായികളെ, തങ്ങളുടെ വിശ്വാസികളെ യഥാർത്ഥ പാതയിൽ നയിക്കുന്ന വ്യക്തികൾ. തിങ്കളാഴ്ച ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മളിവിടെ കാണുന്നത് വിഗ്രഹാരാധനയും തിന്മയും എന്നാണ്. ഇപ്പോൾ വിഗ്രഹാരാധന എന്ന് പറയുന്നത് നമുക്കറിയാം, 10 കൽപ്പനകളിലെ 1ഉം 2ഉം ഇവിടെ എന്ന് പറയുമ്പോൾ ഈ വിഗ്രഹം ഉണ്ടാക്കി അതിനെ ആരാധിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ലംഘനമാണ്. ഇപ്പം ഇസ്രയേലിലെ ദേവന്മാരായിരുന്ന ഹാപ്പീസ് അല്ലെങ്കിൽ ഹാത്തോർ എന്നുള്ള ദൈവങ്ങൾക്ക് പകരമായിട്ട് ആ സ്ഥാനത്താണ് ഈ കാളക്കുട്ടിയെ ഇസ്രായേൽ ജനം ഉണ്ടാക്കിയത്. അപ്പോൾ ആ കാളക്കുട്ടിയെ ജീവനുള്ള അവരുടെ സൃഷ്ടാവിൻ്റെ സ്ഥാനത്ത് സ്ഥാപിക്കുക എന്ന് പറയുമ്പോൾ എത്ര ഹീനമായ, അത്ര അധപതിച്ച ഒരു ചിന്തയാണ് ആ ജനത്തെ ഭരിച്ചത്. മാത്രമല്ല, അവർ ഒരു ദൈവത്തെ ഉണ്ടാക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ അവരുടെ രൂപത്തിലോ ആകൃതിയിലോ അല്ല ഒരു മനുഷ്യന്റെ സാദൃശ്യത്തിലോ പോലും ഒരു ദൈവത്തിൻ്റെ രൂപത്തെ ഉണ്ടാക്കാതെ ഒരു മൃഗത്തിൻ്റെ പ്രതിച്ഛായയിൽ ദൈവത്തെ ഉണ്ടാക്കിയപ്പോൾ ആ മിസ്രൈമിലെ ദേവന്മാരെക്കാട്ടിലും ദേവതകളെക്കാട്ടിലും എത്രമാത്രം ഒരു വ്യത്യസ്ത സ്ഥാനം ജീവനുള്ള ദൈവമായ യഹോവയ്ക്ക് നൽകുവാൻ അവർക്ക് കഴിഞ്ഞു. ഇപ്പം ഈ ഒരു സമയത്തും അവരുടെ മനസ്സിലൊരു പക്ഷേ കിടന്നിരുന്ന മിസ്രൈമിൻ്റെ വിശ്വാസവും ദേവന്മാരും ദേവതകളും അവിടുത്തെ ആചാരങ്ങളും അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറിപ്പോയിരുന്നില്ല, അല്ലെങ്കിൽ അവർക്കത് ഉപേക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് ഈ ഒരു പ്രവൃത്തിയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇപ്പൊ വിഗ്രഹാരാധന എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ ഒരു വിച്ഛേദനം മാത്രമല്ല, ഒരു ധാർമ്മികമായ അധപതനത്തിലേക്കും അത് നമ്മളെ വഴി നടത്തുന്നതാണ്. അപ്പോൾ ഒരു ധാർമ്മികമായ അധപതനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത് മറ്റു പല തരത്തിലുള്ള അരിഷ്ടാവസ്ഥയിലേക്ക് നമ്മളെ നയിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ചിന്ത, അല്ലെ നമ്മുടെ വീക്ഷണം ഒരു പോയിന്റിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു
സ്ഥാനത്ത് നിന്ന് വ്യതിചലിച്ചുകൊണ്ട് മറ്റ് പല കാര്യങ്ങളിലേക്കും അത് വിഭാഗിക്കപ്പെടുമ്പോൾ നാം ശരിയായ കാഴ്ചപ്പാടില്ലാത്ത, ശരിയായ ലക്ഷ്യബോധമില്ലാത്ത, ശരിയായ ഒരു അല്ലെങ്കിൽ ഒരു ലക്ഷ്യമില്ലാത്ത ഒരു വ്യക്തികളായിട്ട് നമ്മൾ മാറുന്ന ഒരു സന്ദർഭം ഉണ്ടാവാറുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വിഗ്രഹങ്ങൾ ഉണ്ടാക്കുക മാത്രമല്ല വിഗ്രഹാരാധന എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം മനുഷ്യൻ പലപ്പോഴും സ്വന്തം വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അതിനെ ചമയ്ക്കുന്ന ഒരു സ്വഭാവം, പ്രകൃതി മനുഷ്യന് ഉണ്ട്. അത് പലപ്പോഴും മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റി തൻ്റെ സ്വയത്തിലേക്ക് ആശ്രയിക്കുവാനും പിന്തിരിയുവാനും മനുഷ്യന് കാരണമായി തീരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ജീവനുള്ള ദൈവത്തിൽ നിന്നും, സൃഷ്ടാവായ ദൈവത്തിൽ നിന്നും മനുഷ്യൻ അകന്നു മാറിക്കൊണ്ട് തങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ലോകത്തിൽ താൻ ഉണ്ടാക്കുന്ന ചമയ്ക്കുന്ന ദൈവങ്ങളെ ആശ്രയിച്ചും ആരാധിച്ചും അങ്ങനെ തൻ്റെ ആ ഒരു ചുറ്റുപാടിൽ സ്വയം പര്യാപ്തതയിൽ ജീവിക്കുവാൻ മനുഷ്യന് താല്പര്യം ഉണ്ടാവുന്നത് ഈ ലോകത്തോടും ഈ ലോകത്തിൻ്റെതായ രീതികളോടും ചേർന്ന് നിൽക്കുവാനുള്ള മനുഷ്യൻ്റെ അദമ്യമായ ഒരു ആഗ്രഹമാണ്. അപ്പം അതുകൊണ്ട് വിഗ്രഹാരാധന എന്ന് പറയുന്നത് വിഗ്രഹങ്ങളെ ആരാധിക്കുക മാത്രമല്ല, നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ, നമ്മുടെ ചിന്തകളിൽ നാം ഉണ്ടാക്കുന്ന വിഗ്രഹങ്ങൾ അത് പല തരത്തിലാവാം, പല രൂപത്തിലാവാം, പല മാർഗങ്ങളിലാവാം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വിഗ്രഹങ്ങളായിട്ട് നിലനിൽക്കുന്ന സാഹചര്യം നമ്മളുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചുകൊണ്ട് അത്തരത്തിലുള്ള എല്ലാ മറ്റ് ആരാധനാ സ്തംഭങ്ങളെയും അല്ലെങ്കിൽ ആരാധനാമൂർത്തികളെയും അല്ലെങ്കിൽ ദൈവത്തിലുപരിയായിട്ട് നമുക്ക് സ്നേഹവും ബഹുമാനവും ആദരവും തോന്നുന്ന മറ്റേത് കാര്യങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപേക്ഷിച്ചുകൊണ്ട് ജീവനുള്ള ദൈവത്തെ ആരാധിച്ചും മഹത്വപ്പെടുത്തിയും ആ ജീവനുള്ള ദൈവത്തിൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുത്തും നമുക്ക് മുൻപോട്ട് ജീവിപ്പാൻ വളരെ ശ്രദ്ധയുള്ള ദൈവത്തിൻ്റെ മക്കളായിട്ട് ജീവിപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതിന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവം അതിനായിട്ട് നമ്മളെ ശക്തിയിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ചൊവ്വാഴ്ച ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ കാണുന്നത് ഈ ഇസ്രായേൽ ജനം ഒരു വിഗ്രഹത്തിലേക്ക്, ഒരു കാളക്കുട്ടിയിലേക്ക് തിരിഞ്ഞതിലൂടെ തങ്ങളെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച ആ സത്യദൈവത്തിൽ നിന്ന് പിരിഞ്ഞ് ഒരു ജീവനില്ലാത്ത ഒരു വിഗ്രഹത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രതിമയിലേക്ക് മാറുന്ന ഒരു പ്രക്രിയയാണ്. അപ്പം അതുകൊണ്ട് എസെക്കിയേൽ പ്രവാചകൻ പറയുന്നത് പോലെ ദൈവജനത്തിൻ്റെ അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിൻ്റെ എല്ലാ ദുരിതങ്ങളുടെയും മൂലകാരണം എന്ന് പറയുന്നത് ഈ വിഗ്രഹാരാധന ആയിരുന്നു. ഇപ്പൊ ദൈവത്തെക്കാൾ കൂടുതലായി ഒരുപക്ഷെ നമ്മുടെ ഭാവന, വാത്സല്യം, നമ്മുടെ സമയം, മനസ്സ് എന്നിവ പിടിച്ചെടുക്കുന്ന കാര്യങ്ങൾ, അതുപോലെ മറ്റനേക കാര്യങ്ങളുണ്ട്. നമുക്ക് ദൈവത്തെക്കാൾ, ദൈവവിശ്വാസത്തെക്കാൾ, ദൈവത്തിൻ്റെ നിയമങ്ങളെക്കാൾ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന, താല്പര്യം കാണിക്കുന്ന, അതിൽ സന്തോഷം കണ്ടെത്തുന്ന പല കാര്യങ്ങളും നമുക്ക് ഉണ്ടാവാം. അതിലൊരു പക്ഷേ നമ്മുടെ സ്വാർത്ഥത, പണത്തോടുള്ള നമ്മുടെ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള മോഹം, അധികാരം, ലൈംഗികമായിട്ടുള്ള നമ്മുടെ അഭിവാഞ്ച കൂടുതൽ, ഭക്ഷണം, അതുപോലെ
ടെലിവിഷൻ, മയക്കുമരുന്ന്, മദ്യം, അശുദ്ധമായ ചിന്തകൾ, അതുപോലെ അശ്ലീലകരമായ ആനന്ദ ജീവിതം, അതുപോലെ വീഡിയോ ഗെയിമുകൾ, സിനിമകൾ, ഷോപ്പിംഗ്, രാഷ്ട്രീയം, സംഗീതം, അതുപോലെ സ്ഥാനപ്പേരുകൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മളെ സ്വയം നാശത്തിലേക്കും സ്വയം ദുഷിക്കുന്നതിലേക്കും അല്ലെങ്കിൽ സ്വയം അധപതിക്കുന്നതിലേക്കും നമ്മളെ നയിക്കുവാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ഇവിടെ എസെക്കിയേൽ പ്രവാചകൻ ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിലുള്ള സകല ദുരിതങ്ങൾക്കും അവരുടെ പ്രയാസങ്ങൾക്കും അല്ലെങ്കിൽ അവരുടെ എല്ലാ തരത്തിലുള്ള ക്ലേശങ്ങൾക്ക് കാരണം ദൈവത്തിൽ നിന്ന് അകന്നുപോയി ദൈവത്തെ ബഹുമാനിക്കുന്നതിൽ, ആരാധിക്കുന്നതിൽ, വിശ്വസിക്കുന്നതിൽ, അല്ലെങ്കിൽ ആ സത്യം ചെയ്ത കാര്യങ്ങൾ പ്രമാണിക്കുന്നവർക്ക് വീഴ്ച വന്നതുകൊണ്ട് അനേക തരത്തിലുള്ള ദുരിതങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരാനായി തീർന്നത് ദൈവം അവരെ സ്നേഹിക്കാതോ കരുതാതോ ഇരുന്നത് കൊണ്ടല്ല, മറിച്ച് അവർ ദൈവത്തെ മറന്നു കളഞ്ഞ് ദൈവത്തെ ഉപേക്ഷിച്ച് ആ സ്ഥാനത്ത് വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചതുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെയും നമ്മുടെ വ്യക്തി ബന്ധങ്ങളെയും തകർക്കുന്ന അല്ലെങ്കിൽ അർത്ഥശൂന്യമാക്കുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള ഇതുപോലെയുള്ള കാര്യങ്ങൾ, ഇഷ്ടങ്ങൾ, താല്പര്യങ്ങൾ, നേട്ടങ്ങൾ ഒക്കെ നമ്മളെ ഒരു സ്വയം ദുഷിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവരുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തെ ദുഷിക്കുക മാത്രമല്ല, നാം സ്വയം ദുഷിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്ന ഇതുപോലെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഗ്രഹങ്ങളുടെ സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിക്കൊണ്ട് നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന്, ദൈവത്തിൻ്റെ അല്ലെങ്കിൽ സ്നേഹത്തിൽ നിന്ന് വീണു പോകുന്നവർ ആവുന്നോ എന്ന് നമുക്ക് നമ്മളെ തന്നെ പരിശോധിക്കാം. ബുധനാഴ്ച ഭാഗത്തേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ നീതിയുള്ള കോപം, ആ നീതിയുള്ള കോപം എന്ന് പറയുന്നത് തന്നെ മോശ സീനായ് പർവ്വതത്തിൽ ആയിരിക്കുന്ന സമയത്ത് തന്നെ ഈ മത്സര മനോഭാവമുള്ള മത്സരികളായ ജനങ്ങളെ നശിപ്പിച്ച് മോശയുടെ പിൻഗാമികളെ ഒരു വലിയ ജനമാക്കുമെന്ന് ദൈവം അരുളി ചെയ്യുകയാണ്. അപ്പൊ മോശ പറയുന്നത് കേട്ട് അനുസരിച്ച് ദൈവത്തെ ബഹുമാനിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ജനത്തെ ഒരു വലിയ ജനമാക്കുമെന്ന് ദൈവം പ്രഖ്യാപിക്കുമ്പോൾ മോശ ആഗ്രഹിക്കുന്നതല്ല, സകല ജനങ്ങളെയും അല്ലെങ്കിൽ തന്നോടൊപ്പമുള്ള എല്ലാവരെയും ആ ഒരു അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരുവാൻ അല്ലെങ്കിൽ കൊണ്ടുവരണം, അവരും ആ അനുഭവത്തിലായിരിക്കണം എന്നാണ് മോശ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഈ ദൈവജനത്തെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുവാൻ മോശ ഒരു മുഖാന്തരമായിട്ട് ദൈവം അയച്ചുവെങ്കിലും അവരെ വിടുവിച്ചത് ദൈവം തന്നെയാണ്, അവരെ വഴി നടത്തിയതും ദൈവം തന്നെയാണ്. ഇവിടെ മോശ ദൈവത്തിനും അതുപോലെ ഈ ജനത്തിനും ഇടയിലൊരു മധ്യസ്ഥനായിട്ട് പ്രവർത്തിക്കുകയും ഈ ജനത്തിന് ആവശ്യമായ കാര്യങ്ങൾ ദൈവത്തോട് സംസാരിക്കുകയും ദൈവം ഈ ജനത്തോട് സംസാരിക്കേണ്ട കാര്യങ്ങൾ മോശയോട് അരുളി ചെയ്തുകൊണ്ട് മോശ ആ കാര്യം ദൈവത്തിൻ്റെ ജനത്തോട് സംസാരിക്കുക ചെയ്യുന്ന ഒരു മധ്യസ്ഥ ജോലി ആണ് പ്രധാനമായിട്ടും മോശ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജനത്തിൻ്റെ അല്ലെങ്കിൽ മധ്യസ്ഥനായി അവർക്ക് വേണ്ടി യാചിക്കുവാനും പ്രാർത്ഥിക്കുവാനും അപേക്ഷിക്കുവാനും മോശ എപ്പോഴും സന്നദ്ധതയുള്ളവനും ആ ജനത്തിന് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ സന്തോഷമുള്ളവനായിരുന്നു മോശ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ മോശ പാളയത്തിലേക്ക് വരുമ്പോൾ, സീനായ് പർവ്വതത്തിൽ നിന്ന് പാളയത്തിലേക്ക് വരുമ്പോൾ ഈ കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിൻ്റെ മുമ്പിൽ നൃത്തം വെക്കുന്ന ഈ ജനത്തെ കണ്ടപ്പോൾ മോശയുടെ കോപം ജ്വലിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് മോശ തൻ്റെ കയ്യിലുണ്ടായിരുന്ന
പല കൽപ്പലകൾ പർവ്വതത്തിൻ്റെ അടിവാരത്തിലേക്ക് എറിഞ്ഞ് അത് തകർക്കുവാൻ ഇടയായി തീർന്നു, അല്ലെങ്കിൽ നശിപ്പിക്കാൻ ഇടയായി തീർന്നു. പുറപ്പാട് 32:19. അപ്പൊ അത് വാസ്തവം പറഞ്ഞാൽ ഈ ജനം ചെയ്ത പ്രവൃത്തിയുടെ ഒരു ബാഹ്യ അടയാളമായിട്ട് മോശ മനഃപൂർവ്വം തീരുമാനിച്ചുറച്ച് ചെയ്തൊരു കാര്യമല്ല ആ കൽപ്പലകൾ പൊട്ടുവാൻ ഇടയായി തീർന്നത്. ആ ജനത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യത്തിന്റെ ബാഹ്യമായ ഒരു അടയാളോ പ്രവൃത്തിയായിട്ട് നമുക്കതിനെ മനസ്സിലാക്കാം. എന്നാൽ നോക്കുക, ദൈവം എത്ര ദയയും ദീർഘക്ഷമയുള്ള ദൈവമാണ്. മോശയോട് പറഞ്ഞിട്ട് വീണ്ടും 2 കൽപ്പനകളിൽ ആ കൽപ്പന മോശയ്ക്ക് ദൈവം വീണ്ടും എഴുതി കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുമ്പോൾ ആ കൽപ്പന വീണ്ടും എഴുതി കൊടുക്കുവാൻ മനസ്സുള്ള ദൈവവും ഈ ജനത്തെ മുഴുവനും രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരണം എന്ന് ദൈവത്തോട് അപേക്ഷിക്കുന്നില്ലെങ്കിൽ എൻ്റെ പേര് നിന്റെ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയണം എന്ന് പറയുന്ന മോശയും എത്രമാത്രം ഈ ജനത്തെ ആഴമായി സ്നേഹിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. എന്നാൽ ഇവിടെ ഈ ജനത്തെ ഈ ഒരു അവസ്ഥയിലേക്ക് തള്ളിവിടുവാൻ ഒരു പരിധിവരെ കാരണമായി തീർന്നു, പ്രേരകമായി തീർന്നു, അല്ലെങ്കിൽ അനുവദിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് ജനം വരുവാനോ കാരണം നമുക്കറിയാം. അഹരോന്റെ തെറ്റായ പ്രോത്സാഹനമോ അല്ലെങ്കിൽ അനുവാദമോ തീരുമാനമോ ആയിരുന്നു. അപ്പൊ ഈ ജനത്തിന്റെ ആവശ്യത്തിന് അഹരോൻ കീഴടങ്ങി കൊടുത്തു എന്ന് നമ്മൾ കാണുമ്പോൾ ഇവിടെ മോശ വയ്ക്കും, നീ അവരെ ഇത്ര വലിയ പാപത്തിലേക്ക് നയിക്കാൻ ഈ ആളുകൾ നിന്നോട് എന്ത് ചെയ്തു എന്ന് മോശ അഹരോനോട് ചോദിക്കുന്നു. പ്രിയ ദൈവമക്കളെ, വാസ്തവം പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരുമാണ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ വരുന്നുവെങ്കിൽ ഈ മോശയുടെ സ്ഥാനത്ത് നിന്ന് നാം എങ്ങനെ പ്രവർത്തിക്കും, നാം എന്ത് സംസാരിക്കും? അല്ലേ? പലപ്പോഴും ഇതുപോലെയുള്ള വളരെ നിർണായകമായ അവസ്ഥകളോ സാഹചര്യങ്ങളോ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവാം. നമ്മൾ ചിന്തിച്ച് നോക്കുക, അങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ എങ്ങനെയാണ് പ്രതികരിച്ചത്, നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിച്ചത്, നമ്മൾ എന്താണ് സംസാരിച്ചത്? അപ്പൊ ഇത് ഈ ഒരു സംഭവം, അല്ലെങ്കിൽ വിഗ്രഹത്തെ ഉണ്ടാക്കി ആരാധിച്ചു, മോശ പർവ്വതത്തിൽ നിറങ്ങി വന്നു, ഇത് കണ്ടു, മോശയ്ക്ക് കോപമുണ്ടായി, മോശ ആ കൽപ്പലകൾ എറിഞ്ഞു പൊട്ടിച്ചു. ദൈവം വീണ്ടും അത് മോശയ്ക്ക് എഴുതി, അല്ലെങ്കിൽ മോശയോട് പറഞ്ഞു, മോശയ്ക്ക് എഴുതി കൊടുത്തു. പിന്നെ ഇവിടെ അഹ്റോന്റെ അടുത്ത് വരുമ്പോൾ അഹ്റോൻ കുറെ കാര്യങ്ങൾ അവിടെ ന്യായമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങളായിട്ട് പറയുകയാണ്, അല്ലേ? ഇപ്പൊ ഞാൻ സ്വർണം തീയിലേക്ക് എറിഞ്ഞപ്പോൾ ഒരു മാന്ത്രികമായിട്ട് കാളക്കുട്ടി പുറത്തു വന്നു. അപ്പൊ ഇത് കാണിക്കുന്നത് വിഗ്രഹാരാധന അടുത്ത പാപങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നു എന്നാണ്. ഇപ്പൊ ഇവിടെ വാസ്തവം പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിനോട് ചേർന്ന് അഹ്റോൻ സംസാരിക്കുന്നത്. അപ്പോ വിഗ്രഹാരാധന നുണ അല്ലെങ്കിൽ വ്യാജമായ കാര്യം പറയാൻ മാത്രമല്ല, അങ്ങനെ അതിനോടനുബന്ധിച്ച് വരുന്ന ഓരോ പാപങ്ങളിലേക്കും നമ്മളെ നയിക്കുവാനിടയായിത്തീരും. അപ്പോൾ നാം ഒരു കാര്യത്തിൽ തെറ്റ് സംഭവിച്ചാൽ അത് മറ്റ് പല കാര്യങ്ങളെ നേരിട്ടോ അല്ലാതെയോ അത് ബാധിക്കും എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ടാണ് നാം സാധാരണ പറയുന്നത്, ഒരു കള്ളം നമുക്ക് സ്ഥാപിക്കാൻ നമ്മൾ 10 കള്ളം പറയേണ്ടി വരും എന്ന് നമ്മൾ പറയുന്നത്. എങ്കിൽ പോലും അത് സ്ഥാപിക്കാൻ കഴിയില്ല. അപ്പൊ ഇത്തരത്തിൽ നാം ചിന്തിക്കുന്ന പല നിസ്സാര കാര്യങ്ങളും നിസ്സാര പ്രവൃത്തികളും നമ്മളെ വീഴ്ചയുടെയും പാപത്തിൻ്റെയും അല്ലെങ്കിൽ ഒരു വിശ്വാസ ത്യാഗത്തിൻ്റെ അനുഭവത്തിലേക്ക് അല്ലെങ്കിൽ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുമ്പോൾ അത്തരം സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുവാനും മാറ്റി നിർത്തുവാനും അത്തരം കെണിയിൽ നമ്മൾ വീണു പോകാതിരിക്കാനും നാം ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ജാഗ്രതയുള്ളവരായിട്ട് ശ്രദ്ധയുള്ളതായിട്ടിരിക്കണം എന്ന് ഈ ഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. വ്യാഴാഴ്ച ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുടെ അനുഭവം നമ്മളിവിടെ കാണുന്നത്. അപ്പം ഇവിടെ ഇസ്രായേൽ ജനത്തിൻ്റെ മത്സര മനോഭാവം ഇസ്രായേൽ പാളയത്തിൽ വളരെ ഭയാനകമായ കാര്യങ്ങൾ സംഭവിക്കുവാനും
അത് നിരവധി ആളുകളുടെ മരണത്തിന് ഇടയായിത്തീരുകയും ചെയ്തു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഇവിടെ ഇസ്രായേൽ ജനം എത്രമാത്രം ഒരു അനുസരണക്കേടും നീതികേടും വിശ്വാസ ത്യാഗവും ഒക്കെ സംഭവിച്ച് ഏറ്റവും അധപതിച്ച ഒരവസ്ഥയിൽ മിസ്രൈമിലെ അടിമത്തത്തിൽ ജീവിച്ചിരുന്ന ആ കാലഘട്ടം പോലെ തന്നെ ഈ ഒരു സമയം പ്രവർത്തിക്കുമ്പോഴും ഇവിടെ മോശ അവരുടെ മധ്യസ്ഥനായിട്ട് നിന്ന് യഹോവയോട് സംസാരിക്കുന്നത് രേഖപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾ ഒരു വലിയ പാപം ചെയ്തിരിക്കുന്നു, ഇപ്പോൾ ഞാൻ യഹോവയുടെ അടുക്കലേക്ക് കയറിപ്പോകുന്നു, ഒരുപക്ഷെ നിങ്ങളുടെ പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം പറയുന്നു. ആ ജനം മനഃപൂർവ്വമായി ചെയ്ത ആ പാപത്തിന് വീണ്ടും ദൈവസന്നിധിയിൽ പ്രായശ്ചിത്തം ചെയ്യുവാൻ മോശ വീണ്ടും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ, പ്രിയ ദൈവജനമേ, ഇത്രയും നാളുകൾ ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നേരിട്ട് കൊണ്ട് ഇവരുടെ പരാതികൾ കേട്ടു, അവരുടെ പരിദേവനം കേട്ടു, അവരുടെ വെറുപ്പെറ് കേട്ടു, അവരുടെ മുറുമുറുപ്പ് ശ്രദ്ധിച്ചു, അവരുടെ കലഹം കണ്ടു, മത്സരം കണ്ടു, ഇതൊക്കെ കണ്ട് ഇത്രയും കൊണ്ടുവന്ന മോശ ഇപ്പോഴും ആ ജനത്തിന് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കുവാൻ ദൈവത്തിൻ്റെ അടുക്കലേക്ക് കയറിപ്പോകുന്നു എന്ന് പറയുമ്പോൾ, ഈ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ഒരു മാതൃക മോശയിലും ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്കതിൽ അതിശയിക്കേണ്ട കാര്യമൊന്നുമില്ല. തൻ്റെ ജനത്തിൻ്റെ അകത്യം വഹിച്ചുകൊണ്ട് അവരെ രക്ഷിക്കുവാൻ വേണ്ടി, അല്ലെ അവരെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി പ്രായശ്ചിത്തം കഴിക്കുവാൻ മുതിരുന്ന മോശയും തൻ്റെ സകല ജനത്തിന് വേണ്ടി, മനുഷ്യവർഗത്തിന് വേണ്ടി അവരുടെ പാപത്തിന് വേണ്ടി പ്രായശ്ചിത്തം ആയിത്തീർന്ന കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ ആ വലിയ ത്യാഗത്തെ നമുക്ക് കാണുവാൻ കഴിയും. ആ മോശയുടെ പ്രവൃത്തി അതിനോട് എത്രമാത്രം ചേർന്ന് നിൽക്കുന്നതാണ്, അല്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ആ വലിയ യാഗത്തിൻ്റെ അനുഭവത്തോട് എത്ര ചേർന്ന് നിൽക്കുന്നതാണ് മോശയുടെ വാക്കുകൾ എന്നും നമുക്ക് അവിടെ കാണാം. ഇവിടെ പറയുന്നത് ക്ഷമിക്കുക എന്ന ആ എബ്രായ വേദത്തിൻ്റെ യഥാർത്ഥ അല്ലെങ്കിൽ അർത്ഥം, അല്ലെങ്കിൽ വിവർത്തനം ചെയ്യിപ്പിക്കുന്ന ആ ക്ഷമിക്കുക എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് വഹിക്കുക എന്ന അർത്ഥമാണ്, അല്ലെ വഹിക്കുക എന്ന അർത്ഥമാണ് അത് നൽകുന്നത്. ഇപ്പോൾ ഈ വഹിക്കുക എന്ന് പറയുന്നതും ക്ഷമിക്കുക എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ അല്ലെങ്കിൽ എബ്രായ പദം ഒന്ന് തന്നെയാണ്. ഇവിടെ ഈ ജനത്തെ ഇത്രയും കാലം വഹിച്ചു കൊണ്ടുവരുവാൻ, നയിച്ചു കൊണ്ടുവരുവാൻ, അവർക്ക് കൂടെ ഇരിക്കുവാൻ മോശ കാണിച്ച ആ വലിയ ക്ഷമ, ദൈവം അവരോട് കാണിച്ച ക്ഷമ, ഇതൊക്കെ അവരെ വഹിച്ച് കൊണ്ടുവരുന്ന ഒരു വലിയ പ്രവൃത്തിയാണ് കാണിക്കുന്നത്. അവരെ വഹിക്കുക എന്ന് പറയുമ്പോൾ അവരെ പൂർണ്ണമായിട്ടും അവരെ കരങ്ങളിൽ എടുക്കുക, പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും അവരെ അല്ലെങ്കിൽ സ്പർശിക്കുവാൻ ഇടവരുത്താതെ അവരെ വഹിച്ചു കൊണ്ടുവരുന്ന ഒരു വലിയ സ്നേഹം നമ്മളിവിടെ കാണുകയാണ്. അതുകൊണ്ട് നാം ഓരോരുത്തരും നമുക്ക് വേണ്ടി കാൽവരിയിൽ നമ്മുടെ പാപം വഹിച്ചുകൊണ്ട് നമ്മളെ വിടുവിക്കുവാൻ, രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മളെ അല്ലെങ്കിൽ പ്രവേശിപ്പിക്കുവാൻ ഇടയായിത്തീർന്ന കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ആ വലിയ യാഗത്തെ, ആ മധ്യസ്ഥതയെ നാം ഓർത്തുകൊണ്ട് ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ വന്ന കുറവുകൾ, വീഴ്ചകൾ, പാപങ്ങൾ ഒക്കെ നാം പഠിക്കുമ്പോൾ ഇത്തരത്തിലുള്ള അനുഭവത്തിലൂടെ
നാം കടന്നു പോകുന്നുവോ? ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾക്ക് നമ്മളെ അല്ലെങ്കിൽ നയിക്കുവാൻ നാം അനുവാദം കൊടുക്കുന്നുവോ? അങ്ങനെ ചിന്തിക്കുവാൻ പ്രേരണ ലഭിക്കുന്ന സാഹചര്യങ്ങളിൽ നാം വളരെ ശക്തമായിട്ട് ദൈവസന്നിധിയിൽ ദൈവഭാഗത്ത് നിലനിൽക്കുവാനും ദൈവത്തിൻ്റെ കൽപ്പനകൾ പൂർണ്ണമായിട്ടും പാലിച്ചുകൊണ്ട് അത് അംഗീകരിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയേണ്ടതിന് ഈ വചനങ്ങൾ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമ്മളെയും ദൈവസന്നിധിയിൽ ഉറപ്പിച്ച് നിർത്തുവാൻ തക്കവണ്ണം ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ നിരാശകളോ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഒരിക്കലും പിന്മാറ്റത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുപോകാതെ ദിനംതോറും നമുക്ക് ദൈവത്തിൻ്റെ പ്രത്യാശയിൽ നമ്മൾ അധികമായി വർദ്ധിച്ചു വരുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഈ പാഠം ഞാനിവിടെ സംഗ്രഹിക്കുന്നു. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ വാഴ്ത്തപ്പെട്ട കർത്താവെ, തിരുനാമത്തിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ വീണ്ടും അടിയങ്ങൾക്ക് അവിടുത്തെ വചനവുമായിട്ട് ഒന്നിച്ചു വരുവാൻ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ വന്ന വീഴ്ചകൾ, ബലഹീനതകൾ, പാപം എന്തായിരുന്നു എന്ന് അടിയങ്ങൾ പഠിച്ചു. കർത്താവെ, അത്തരം അവസ്ഥകൾ, അനുഭവങ്ങൾ അടിയങ്ങൾ ജീവിതത്തിൽ കടന്നു വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അടിയങ്ങൾ കർത്താവെ അത്തരത്തിലുള്ള യാതൊരുവിധ സ്വാധീനങ്ങൾക്കും വശപ്പെടാതെ അത്തരത്തിലുള്ള ഒരു തെറ്റായ ചിന്തകൾക്കും അടിയങ്ങൾ അധീനരായി തീരാതെ അവിടുത്തെ കൽപ്പനകളും അവിടുത്തെ നിയമങ്ങളും അനുസരിച്ചുകൊണ്ട് അടിയങ്ങൾ കർത്താവെ നിലനിൽപ്പാൻ ജീവിപ്പാനും ദൈവത്തിൻ്റെ നല്ല സാക്ഷികളായിട്ട് അടിയങ്ങൾക്ക് കർത്താവ് മുമ്പോട്ട് യാത്ര ചെയ്യുവാനും അടിയങ്ങൾ അവിടുന്ന് സഹായിക്കണം. ഈ പാഠം പഠിക്കുന്ന എല്ലാ എൻ്റെ കുഞ്ഞുങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും അവരുടെ ആവശ്യങ്ങളെയും അറിഞ്ഞ് കർത്താവ് സഹായിക്കണം. കൃപയിൽ കാത്തുകൊള്ളണം. മനോമൊത്ത കർത്താവ് നേടുക്കണം. അടിയങ്ങൾക്ക് ആ ജീവനെ തന്ന യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോട് കേൾക്കണം. നല്ല ദൈവമേ, ആമേൻ.